ആദ്യമായിട്ടൊരു കല്യാണത്തിൻ്റെ വർക്ക് കിട്ടി. കല്യാണമല്ല, എൻഗേജ്മെൻറ്റ്. സോ അവളാണെങ്കിൽ കുറച്ചും ഇവിടെ വന്നിട്ട് എനിക്ക് മെറ്റീരിയലൊക്കെ തന്നെ കേട്ടോ. ഞാൻ അതെല്ലാം എടുത്ത് വെക്കുക. മെയിൻ സോറി, ഞങ്ങൾ മെഷർമെൻ്റ് ഒക്കെ നേരത്തെ എടുക്കായിരുന്നു. കാരണം അവളുടെ വേറൊരു ഡ്രസ്സും കൂടെ എനിക്ക് ചെയ്യാൻ തന്നായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ അവൾ അടുത്ത ദിവസം വന്നിട്ട് ഒരു പർപ്പിൾ, ഒരു ലാവൻഡർ കളറിലെ ഡ്രസ്സല്ല, അതും ഒരു സ്കേർട്ടും ടോപ്പും പിന്നെ ഒരു സ്ട്രഗും കൂടെ വരുന്നത്. അപ്പോൾ അതാദ്യം ഇട്ട് കാണിക്കാം. പിന്നെ അവളുടെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സല്ല, അതും ഒരു ലെഹങ്ക തന്നെ കേട്ടോ. നല്ല രസമുണ്ട്. ഇതിട്ടുള്ള വീഡിയോയും കാണിക്കാം. സിഗ്നറ്റൊക്കെ വെച്ചിട്ട് ഞാൻ ഫസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ഫങ്ഷന് വേണ്ടി ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അവൾ ഭയങ്കര സപ്പോർട്ടാണ്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താവുന്നു കാണാം. ബ്ലൗസിൻ്റെ മെറ്റീരിയൽ എല്ലാം നർമ്മദയിൽ നിന്ന് എടുത്ത കേട്ടോ. ഞാൻ ഇത് കോട്ടയത്തുള്ളൊരു ഷോപ്പാണ്. ബ്ലൗസിന് താഴെ ഗൈസ്, ഞാൻ പറഞ്ഞ ഒരു ഫ്രണ്ട് ഇതാണ്. ഞാൻ നേരത്തെ നിങ്ങളെ കുറിച്ച് പറഞ്ഞോണ്ടാണ് വന്നേ. പിന്നെ വേറെ എടുത്ത് ഇപ്പൊ ഡ്രസ്സ് ചെയ്യാൻ കയറാൻ പോയിക്കുക. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ശരി, ഫോട്ടോ എടുക്കും. കണ്ടോ ഉണ്ടോ? അവൾ ഒരുങ്ങുവാണ്. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കും. ഞാൻ ചുമ്മാ എന്റെ വ്ളോഗില് സ്കേർട്ട് ഇത്ര ആയി. സ്കേർട്ടിന്റെ അടി വെക്കാനുള്ള ഭാഗമുണ്ട്. ഞാൻ സ്കേർട്ട് ഞാൻ നല്ല ടയർഡ് ആയിട്ട് ശബ്ദമില്ല കേട്ടോ. സ്കേർട്ട് ഇത് ലൈനിങ് ഞാൻ ഒരു ദിവസം ഞാൻ സ്കേർട്ടിന് വേണ്ടി ഇരുന്ന്. പിന്നെ ഞാൻ ഇന്ന് വേറൊരു ടോപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പറഞ്ഞാലും ടൈം പോകുന്ന അറിയണില്ല. ഭയങ്കര സ്ലോ ആയിട്ടാണോ എനിക്കറിയില്ല. പന്ത്രണ്ടരയായി. എന്നെക്കൊണ്ട് വയ്യ. ഞാൻ ഇന്നലെ നേരത്തെ എണീറ്റതാണ്. ഞാൻ അടുത്ത് അപ്പം ഞാൻ നാളെ നേരത്തെ എണീറ്റ് ഞാൻ വിചാരിച്ചു. ഇതാണ് വേസ്റ്റ് ബെറ്റിനാണ് എന്തോ വിഷയമല്ല, ശരിയായില്ല, പെർഫെക്റ്റ് ആയില്ല. അപ്പം ഞാൻ ഊരി വീണ്ടും ചെയ്തു. അതാണ് വിചാരിച്ചു. ഇവിടെ സെറ്റാക്കി വെച്ചു. നാളെ സ്റ്റിച്ച് ചെയ്ത് സൈഡ് സ്റ്റിച്ച് ചെയ്യണം. താഴെ ലെങ്ത് ഒന്ന് കറക്റ്റാക്കണം. ഇത്രയും ചെയ്താൽ സ്കേർട്ട് റെഡി. പിന്നെ ഹുക്ക് ഒട്ടിച്ചാൽ മതി. പക്ഷേ ഇവിടെ നാളെ കാണാം. അവസ്ഥ കാണിച്ചത് എനിക്ക് പിരിക്കുന്നുണ്ടോ? ഇത് മടക്കി ചെയ്യണം. ഗുഡ് മോർണിംഗ്. അപ്പോൾ 7:30 ഞാൻ എല്ലാം സെറ്റാക്കി. അങ്ങനെ സ്കേർട്ട് സെറ്റാക്കി. ഇനി ബ്ലൗസ് ചെയ്യണം. ഇന്നുകൊണ്ട് എല്ലാം തീർക്കണം. ബ്ലൗസ് ചെയ്യാൻ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ കാണിക്കാം. അങ്ങനെയൊക്കെ. ഈ ഒരു പ്രിൻ്റിലായിരുന്നു സീക്വൻസ് വെച്ച ഇത്. പിന്നെ ലൈനിങ്ങായിട്ട് പിന്നെ ഈ രണ്ട് ഈ സ്ലീവ്സിന് എടുക്കാനുള്ളത്. പിന്നെ ഒരു ബ്ലൗസിൻ്റെ താഴെ ഭാഗത്ത് നോക്കാം. ഇത് വെച്ചുള്ള ഔട്ട് തന്നെ ആവും നോക്കാം. ഓൾ ദി ബെസ്റ്റ്. ഇതാണ് ആ ലെഹങ്കയുടെ ഫൈനൽ ലുക്ക്. ഇതിന്റെ ബാഗ് കണ്ടോ? കാണിച്ചു. ഇതാണ് ഡയബിളാണ് ഇത്. അതുകൊണ്ട് പിന്നെ നമുക്കിപ്പോൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാലും പിന്നെ കളർ വേറെ മാറ്റിയിട്ട് ഡൈ ചെയ്തിട്ട് വേറെ ഫങ്ഷന് ഇട്ട് കഴിഞ്ഞാൽ അറിയത്തില്ല. സെയിം തന്നെയായിരുന്നു. ഭയങ്കര ഭയങ്കര ഇഷ്ടമായിട്ട്
ജ്വല്ലറീസ് ഒക്കെ ഇട്ട് പെയർ ചെയ്ത് അടിപൊളിയായിരിക്കും. അവള് നന്നായിട്ട് അവള് തുണി എടുത്തൊക്കെ തന്ന കേട്ടോ. വെച്ചാൽ നാളെ അവളുടെ റിയാക്ഷൻ കാണിക്കാം, ഇഷ്ടപ്പെടുമോ ഇല്ലയോ നോക്കാം. പിക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അയച്ചു കൊടുക്കണം. അപ്പൊ നാളെ റിയാക്ഷൻ വീഡിയോ കാണിക്കാം. അതുവരെ